ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഷീൻ ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെഷീൻ ടൂൾ, നമ്മൾ ഏതൊരു മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രി എടുത്താലും അവിടെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകളായിരിക്കും നടക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ചിപ്പ് ഫോമിംഗ് പ്രോസസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ചിപ്പ് ലെസ് പ്രോസസ്. ചിപ്പ് ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസിൽ നിന്നും നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ആ വർക്ക് പീസിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ സപ്പോസ് ഈ വർക്ക് പീസിൻ്റെ തിക്നെസ് 10 mm ആണെങ്കിൽ എനിക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റിൻ്റെ തിക്നെസ് 5 mm ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. അങ്ങനെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനെയാണ് ചിപ്പ് ഫോമിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെറ്റൽ കട്ടിംഗ്. ദ മെറ്റീരിയൽ ഈസ് ബീയിങ് റിമൂവ്ഡ്. ഇനിയും എനിക്ക് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാതെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ആ വർക്ക് പീസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ അവിടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ ഫോമിംഗ് പ്രോസസ്. അതാണ് ചിപ്പ് ലെസ് പ്രോസസ്. അപ്പം രണ്ട് തരത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക, രണ്ടാമത്തേത് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാതെ ഫൈനൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ അല്ലെങ്കിൽ മെഷീൻ ടൂളിൽ പഠിക്കുന്നത് വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പഠിക്കുന്നത്. സോ മെഷീൻ ടൂൾ. So machine tool is a power driven device which is used to produce jobs of desired size, shape and surface finish by removing excess material from the workpiece in the form of chips with the help of cutting tool. The machine tool എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. ആ മെഷീൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വർക്ക് പീസിൽ നിന്നും മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വർക്ക് പീസിനെ മെറ്റീരിയലിൽ നിന്നും റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ടൂൾ വേണം. സോ വെൻ ദ ടൂൾ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വർക്ക് പീസ്, ടൂള് വർക്ക് പീസുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ദ മെറ്റീരിയൽ ഈസ് ബീയിങ് റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ്. ചിപ്പായിട്ടാണ് മെറ്റീരിയൽ വെളിയിലേക്ക് പോകുന്നത്. സോ അതാണ് മെഷീൻ ടൂൾ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേത്ത്, ഷേപ്പിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, grinding machine, slotting machine and planar machine. So these are the different types of machine tool. അപ്പോൾ ഈ മെഷീൻ എല്ലാം ചെയ്യുന്നത് എന്താ? ഒരു ടൂള് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് പീസിൽ നിന്നും മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ലേത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ലേത്ത് ഈസ് എ ജനറൽ പർപ്പസ് മെഷീൻ ടൂൾ. ലേത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മദർ ഓഫ് മെഷീൻസ് എന്നാണ് ലേത്തിനെ നമ്മൾ വിളിക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെഷീനാണ് ലേത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലേത്തിനെ അങ്ങനെ വിളിക്കാൻ കാരണം അത് വളരെ വേഴ്സറ്റൈലാണ്. അതിനകത്ത് നമുക്ക് കുറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫിഗർ ഓഫ് എ ലേത്ത്. ഇതാണ് ലേത്തിൻ്റെ ഫിഗർ. നൗ ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്. സോ ലേത്തിൻ്റെ ഫിഗർ നോക്കിക്കേ. നമുക്ക് പ്രിൻസിപ്പിൾ ഈ ലേത്തിൻ്റെ ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. സോ ദിസ് ഈസ് എ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ദിസ് വൺ ഈസ് എ ടെയിൽ സ്റ്റോക്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇതാണ് നമ്മുടെ വർക്ക് പീസ് എങ്കിൽ ഇതാണ് ഹെഡ് സ്റ്റോക്ക്, ഇതാണ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും ഹോൾഡ് ചെയ്യാനായിട്ട് സെൻറ്റേഴ്സ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻറ്റേഴ്സ്. ഇപ്പോൾ ഹെഡ് സ്റ്റോക്കിലും ടെയിൽ സ്റ്റോക്കിലും ഓരോ സെൻറ്റർ കാണും. ഹെഡ് സ്റ്റോക്കിലുള്ള സെൻറ്ററിൻ്റെ പേര് ലൈഫ് സെൻറ്റർ എന്നും ടെയിൽ സ്റ്റോക്കിലുള്ള സെൻറ്ററിൻ്റെ പേര് ഡെഡ് സെൻറ്റർ എന്നുമാണ്. പക്ഷേ നമ്മൾ യൂഷ്വലി ഈ ഹെഡ് സ്റ്റോക്കിലെ ഈ സെൻറ്റർ എന്ന് പറയുന്ന ഈ കമ്പോണൻ്റ് എടുത്ത് മാറ്റി അവിടെ ഏതെങ്കിലും വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് കണക്ട് ചെയ്യും. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഡിവൈസ്. എക്സാമ്പിൾ ചക്ക് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ്, ഇങ്ങനെയുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് കണക്ട് ചെയ്യും. ഈ ലേത്തിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടോർ ഓൺ ആക്കുമ്പോൾ
ഈ പറയുന്ന ഹെഡ് സ്റ്റോക്കിൽ കുറേ ഗിയർ അസംബ്ലി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, മോട്ടർ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഈ ഗിയർ അസംബ്ലി വെച്ച് ഈ ഹെഡ് സ്റ്റോക്കിൽ ഒരു സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ആ സ്പിൻഡിലാണ് നമ്മൾ ഈ പറഞ്ഞ വർക്ക് ഹോൾഡിംഗ് ഡിവൈസായ ചക്ക് കണക്ട് ചെയ്യുന്നത്. സോ വെൻ ദ സ്പിൻഡിൽ റൊട്ടേറ്റ്സ് ദ ചക്ക് ആൾസോ റൊട്ടേറ്റ്സ്. ചക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. ഇനിയും നമുക്കൊരു കട്ടിംഗ് ടൂളുണ്ട്. ആ കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിലേക്ക് കോണ്ടാക്റ്റിലേക്ക് വെക്കുന്നു. വർക്ക് പീസുമായി കോണ്ടാക്റ്റിലേക്ക് വെക്കുന്നു. അങ്ങനെ കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ എന്ത് പറ്റും, മെറ്റീരിയൽ റിമൂവ് ആകുന്നു. എന്നിട്ട് നമ്മളിവിടെ വർക്ക് പീസിനെ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂണലി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ വർക്ക് പീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സിലിണ്ടറിക്കൽ വർക്ക് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഞാനൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള് ഇവിടെ കോണ്ടാക്റ്റിൽ കൊണ്ടുവെക്കുന്നു. വർക്ക് പീസുമായി കോണ്ടാക്റ്റിൽ കൊണ്ടുവെക്കുമ്പോൾ ദ മെറ്റീരിയൽ ഈസ് ബീങ് റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ്. ആൻഡ് ഞാൻ കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടലി തന്നെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സിലിണ്ടറിക്കൽ വർക്ക് പീസിൻ്റെ ഡയമീറ്റർ ആദ്യം 10 mm ആണെങ്കിൽ ഞാൻ അത് ഒരു 8 mm ആക്കി മാറ്റുന്നു. അതായത് 2 mm മെറ്റീരിയൽ റിമൂവ് ചെയ്തു. എഗെയിൻ യു ആർ ഗെറ്റിംഗ് എന്ത് സർഫസ് ആണ്, സിലിണ്ടറിക്കൽ സർഫസ് തന്നെയാണ്. അതായത് ഞാൻ കട്ടിംഗ് ടൂളിനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് സർഫസ് തന്നെയാണ് കിട്ടിയത്, സിലിണ്ടറിക്കൽ സർഫസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. സോ വെൻ യു ആർ മൂവിങ് ദ കട്ടിംഗ് ടൂൾ പാരലൽ ടു ദ ലേത്ത് ആക്സിസ് യു വിൽ ഗെറ്റ് എ സിലിണ്ടറിക്കൽ സർഫസ്. ഇനി രണ്ടാമത്തേത്, എഗെയിൻ നമ്മൾ ഓൺ ആക്കുന്നു, ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ചെയ്യുന്നത് കട്ടിംഗ് ടൂളിനെ ലേത്ത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. എൻ്റെ വിരൽ നോക്കിക്കേ, പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. അതായത് ഈ എൻ ഫേസിലാണ് ഞാൻ മെഷീനിങ് നടത്തുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. സോ വെൻ എവർ യു ആർ മൂവിങ് ദ കട്ടിംഗ് ടൂൾ പെർപെൻഡിക്കുലർ ടു ദ ലേത്ത് ആക്സിസ് യു വിൽ ഗെറ്റ് എ ഫ്ലാറ്റ് സർഫസ്. സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് ലേത്തും. എന്താണ് ആദ്യം എന്താണ് ചെയ്യുന്നത്, ഹോൾഡ് ദ വർക്ക് പീസ് ആൻഡ് റൊട്ടേറ്റ് ഇറ്റ് അബൌട്ട് ആൻ ആക്സിസ്. വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തു. ആൻഡ് ദ കട്ടിംഗ് ടൂൾ ഈസ് ഫെഡ് എയ്തർ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് വർക്ക് പീസ്. സോ കട്ടിംഗ് ടൂളിനെ പാരലായിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ ഫീഡ് ചെയ്യുന്നു. ആൻഡ് ഇഫ് ദ ടൂൾ ഈസ് മൂവ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ് യു വിൽ ഗെറ്റ് എ സിലിണ്ടറിക്കൽ സർഫസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ടൂള് if the tool is being moved parallel to the axis of the workpiece you will get a cylindrical surface, and if the tool is moved perpendicular to the lathe axis or the axis of the workpiece you will get flat surface. So ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്. ഇനി നമുക്ക് ലേത്തിലെ മെയിൻ പാർട്സിനെ കുറിച്ച് പഠിക്കാം. സോ നമുക്ക് കാണാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 പാർട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ബെഡ്, സെക്കൻഡ് വൺ ലെഗ്സ്, തേർഡ് വൺ ഹെഡ് സ്റ്റോക്ക്, ഫോർത്ത് വൺ ടെയിൽ സ്റ്റോക്ക്, നെക്സ്റ്റ് ഈസ് ദ കാരിയേജ്, നെക്സ്റ്റ് ലേത്ത് സെൻറ്റേഴ്സ് ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് ലീഡ് സ്ക്രൂ. ഇങ്ങനെ 7 മെയിൻ കമ്പോണൻസ് ആണ് ലേത്തിനുള്ളത്. സോ ഈ ഫിഗർ നോക്കിക്കേ, ഇതാണ് ബെഡ് എന്ന് പറയുന്നത്. ഇത് ബെഡ്. ദെൻ these are the legs. Then this is head stock and this one is tail stock. Then this is carriage. Then you can see lathe centers. നേരത്തെ പറഞ്ഞ ഡെഡ് സെൻറ്റർ ആണിത്. ഇവിടെ ലൈവ് സെൻറ്റർ എടുത്ത് മാറ്റി എന്ത് വെച്ചു, അവിടെ ചക്ക് എടുത്ത് വെച്ചേക്കുന്ന ഫിഗറാണ്. ലൈവ് സെൻറ്റർ എടുത്ത് മാറ്റി ചക്കാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ലീഡ് സ്ക്രൂ. സോ ദിസ് ഈസ് ലീഡ് സ്ക്രൂ. 2 ഷാഫ്റ്റ് ഉണ്ട്. ഒന്ന് ഫീഡ് റോഡാണ്, ഫീഡ് റോഡ് ഓർ ഫീഡ് ഷാഫ്റ്റ്. ആൻഡ് ഇഫ് ദ ഷാഫ്റ്റ് ഈസ് ഹാവിങ് ത്രെഡ്സ്, ത്രെഡുള്ള ഷാഫ്റ്റിനെയാണ് നമ്മൾ ലീഡ് സ്ക്രൂ എന്ന് വിളിക്കുന്നത്. സോ ഇനി നമുക്ക് ഓരോ പാർട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ആദ്യം ലേത്ത് ബെഡ്. സോ ഈ ഫിഗർ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആ ബെഡിൻ്റെ മുകളിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. സോ
ദിസ് ഈസ് ദ ലേത്ത് ബെഡ്. ലേത്ത് ബെഡിൽ നമുക്ക് മൗണ്ട് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അതിനകത്ത് ഹെഡ് സ്റ്റോക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്, ടെയിൽ സ്റ്റോക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ക്യാരിയേജ്. ഇമ്പോർട്ടൻ്റ് ആണ്, ലേത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് ആൻഡ് ക്യാരിയേജ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഹെഡ് സ്റ്റോക്ക്, ഇവിടെ ടെയിൽ സ്റ്റോക്ക് കാണും, ആൻഡ് ദ ക്യാരിയേജ് വിൽ ബി മൂവിങ് അലോങ് ദിസ് ഗൈഡ് വേ. സോ ബെഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ മെഷീൻ. അപ്പം ഒരു മെഷീന് അല്ലെങ്കിൽ ലേത്തിന് സ്ട്രെങ്ത്തും റിജിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ലേത്തിൻ്റെ ബെഡാണ്. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബെഡ് ദർ ആർ 2 സെറ്റ് ഓഫ് ഗൈഡ് വേസ്. ഇത് എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓൺ ദ ടോപ്പ് ഓഫ് ദ ബെഡ് ദർ ആർ 2 സെറ്റ് ഓഫ് ഗൈഡ് വേസ്, outer ways and inner ways, and the outer guideway provides sliding surface for the carriage and the inner guideway act as the sliding surface for the tailstock. അപ്പം 2 ഗൈഡ് വേ ഉണ്ട്. ആ 2 ഗൈഡ് വേയിൽ ഔട്ടർ ഗൈഡ് വേയിൽ കൂടെ എന്താണ് മൂവ് ചെയ്യുന്നത്? ക്യാരിയേജ്. അതായത് ഔട്ടർ ഗൈഡ് വേയിൽ കൂടെ ക്യാരിയേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഇനി ഇന്നർ ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഈ പറയുന്ന ടെയിൽ സ്റ്റോക്ക് ആണ്. ടെയിൽ സ്റ്റോക്ക് ഇന്നർ ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്നു. ആൻഡ് ദ സ്ലൈഡിംഗ് സർഫസ് ഓഫ് ദ ലേത്ത് ബെഡ് ഈസ് ഫ്ലെയിം ഹാർഡൻഡ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫ്ലെയിം ഹാർഡൻ. സ്ലൈഡിംഗ് സർഫസ് ഓഫ് ദ ലേത്ത് ബെഡ് ഈസ് ഫ്ലെയിം ഹാർഡൻ ആൻഡ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഈസ് ടഫൻ കാസ്റ്റ് അയൺ ഓർ ഗ്രേ കാസ്റ്റ് അയൺ. അതായത് അലോയ് കാസ്റ്റ് അയൺ ആണ്. യൂഷ്വലി ദ അലോയ്സ് എന്ന് പറയുന്നത് ക്രോമിയം ആൻഡ് നിക്കലാണ്. സോ ഇത്രയാണ് ലേത്ത് ബെഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലെഗ്സ്. സോ ലെഗ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വിച്ച് ഹോൾസ് ഓർ ക്യാരി ദ എൻറ്റയർ ലോഡ് ഓൺ ദ ലെഗ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹെഡ് സ്റ്റോക്ക്. So headstock is mounted on the left end of the bed. ബെഡിൻ്റെ ലെഫ്റ്റ് എൻഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റ് ആണ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ ഹൗസിംഗ് ഫോർ സ്പിൻഡിൽ, ഗിയേഴ്സ് ആൻഡ് പുള്ളീസ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് സ്പിൻഡിൽ റൊട്ടേഷൻ. ആൻഡ് ദ സ്പിൻഡിൽ ഈസ് മെയ്ഡ് ഓഫ് കാർബൺ ഓർ നിക്കൽ ക്രോമിയം സ്റ്റീൽ. ആൻഡ് ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് സച്ച് ആസ് ഫേസ് പ്ലേറ്റ്, ഡ്രൈവിംഗ് പ്ലേറ്റ് ഓർ ചക്സ് മേ ബി മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ നോസ്. അപ്പം ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം ലേത്ത് ബെഡിൻ്റെ ലെഫ്റ്റ് എൻഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റ് ആണ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഹെഡ് സ്റ്റോക്കിൽ എന്തൊക്കെയുണ്ട്? സ്പിൻഡിൽ, ഗിയേഴ്സ്, പുള്ളീസ് ഇതെല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഹെഡ് സ്റ്റോക്ക് അസംബ്ലിയിലാണ്. ഇവിടെ സ്പിൻഡിൽ, ഗിയർ, പുള്ളി ഇതെല്ലാം ഉണ്ട്. ദെൻ ഇവിടെ നമുക്ക് എന്തുണ്ട്? സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിലാണ് എന്ത് കണക്ട് ചെയ്യുന്നത്? ചക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ സ്പിൻഡിലിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പിൻഡിലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ചക്കും റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ചക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് ഓഫ് എ ലേത്ത് ദ വർക്ക് പീസ് ഈസ് റൊട്ടേറ്റിംഗ്. വർക്ക് പീസാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ലേത്തിലെ ഹെഡ് സ്റ്റോക്ക് എന്നുള്ള കമ്പോണൻറ്റ്. ദെൻ ഇവിടെ നമ്മൾ സ്പിൻഡിൽ എന്തെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്പിൻഡിലിൻ്റെ ടേപ്പർ എന്ന് പറയുന്നത് മോസ് ടേപ്പറാണ്. മോസ് ടേപ്പർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മോസ് ടേപ്പർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടെയിൽ സ്റ്റോക്ക്. സോ ടെയിൽ സ്റ്റോക്ക് ഈസ് മൗണ്ടഡ് ഓൺ ദ റൈറ്റ് എൻഡ് ഓഫ് ദ ലേത്ത് ബെഡ്. ഇപ്പം ഹെഡ് സ്റ്റോക്ക് ലെഫ്റ്റ് എൻഡിലാണ്, ടെയിൽ സ്റ്റോക്ക് റൈറ്റ് എൻഡിലാണ്. ദെൻ ടെയിൽ സ്റ്റോക്കിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട്സ് അതർ എൻഡ് ഓഫ് ദ വർക്ക് പീസ്. ഇപ്പം ഹെഡ് സ്റ്റോക്കിലെ ചക്ക് വഴി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഹെഡ് സ്റ്റോക്കിലെ ചക്ക് വഴി നമ്മൾ വർക്ക് പീസിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു.
എന്ത് വേണം, നമുക്ക് ഈ വർക്ക് പീസിൻ്റെ മറ്റേ എൻഡിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. ആ സപ്പോർട്ട് കൊടുക്കുന്നത് ഏതാ? ടെയിൽ സ്റ്റോക്കാണ്. ഇപ്പോൾ ടെയിൽ സ്റ്റോക്കിൽ നമുക്ക് ഡെഡ് സെൻറ്റർ ഉണ്ട്. ആ ഡെഡ് സെൻറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഈ വർക്ക് പീസിൻ്റെ മറ്റേ എൻഡിൽ സപ്പോർട്ട് കൊടുക്കുന്നു. ആൻഡ് ദ ടെയിൽ സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ് ലൂസ് ഹെഡ് സ്റ്റോക്ക്. ലൂസ് head stock, and it is movable in longitudinal or parallel to spindle direction, and it is capable of sliding along the lathe bed. അപ്പം ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എൻഡിൽ പെർമനൻ്റ്ലി ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റ് ആണ്. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് എൻഡിൽ ലേത്തിൻ്റെ ബെഡ് ഗൈഡ് വേസിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പം ഞാൻ വർക്ക് പീസിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വർക്ക് പീസിൻ്റെ ലെങ്ത്. അപ്പം മറ്റേ എൻഡ് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലേത്ത് ബെഡിൽ കൂടെ ഞാൻ ടെയിൽ സ്റ്റോക്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പം ടെയിൽ സ്റ്റോക്ക് ക്യാൻ ബി മൂവ്ഡ് ത്രൂ ദ ഗൈഡ് വേസ് പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലേത്ത് ബെഡ്. ലേത്ത് ബെഡിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗൈഡ് വേയിൽ കൂടെ നമുക്ക് ടെയിൽ സ്റ്റോക്കിനെ മൂവ് ചെയ്യാം. അപ്പം ഞാൻ ടെയിൽ സ്റ്റോക്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വർക്ക് പീസിൻ്റെ മറ്റേ എൻഡ് ഹോൾഡ് ചെയ്തു. ദെൻ ഇനിയും ടെയിൽ സ്റ്റോക്കിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷൻ എന്താ? വർക്ക് പീസിൻ്റെ മറ്റേ എൻഡിനെ ഹോൾഡ് ചെയ്യുക. അടുത്ത ഫംഗ്ഷൻ എന്താ? ടെയിൽ സ്റ്റോക്കിൻ്റെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡെഡ് സെൻറ്റർ നിങ്ങൾക്ക് കാണാം. ഈ ഡെഡ് സെൻറ്റർ എടുത്ത് മാറ്റി ഈ സ്പിൻഡിലിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ഈ സ്പിൻഡിലേക്ക് ഈ ഡെഡ് സെൻറ്റർ എടുത്ത് മാറ്റി ഡ്രിൽ ബിറ്റോ റീമർ ടൂളോ കണക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ഹെഡ് സ്റ്റോക്കിൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തു. ടെയിൽ സ്റ്റോക്കിലെ ഡെഡ് സെൻറ്റർ വഴി നമ്മൾ വർക്ക് പീസിൻ്റെ അതർ എൻഡും പൊസിഷൻ ചെയ്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് കട്ടിംഗ് ടൂളിനെ ലേത്ത് ആക്സിസിന് അല്ലെങ്കിൽ വർക്ക് പീസസിന് ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്തു. ഇനി സപ്പോസ് ഇപ്പോൾ ഇവിടെ നമ്മൾ മെഷീനിങ് ചെയ്തു, സിലിണ്ടറിക്കൽ സർഫസ് ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ആണ് കിട്ടുന്നത്. സപ്പോസ് ഈ വർക്ക് പീസിൻ്റെ ഈ എൻഡിൽ എനിക്കൊരു ഹോള് ഡ്രില്ല് ചെയ്യണം. ഈ എൻഡിൽ ഹോള് ഡ്രില്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ടെയിൽ സ്റ്റോക്കിലെ ഡെഡ് സെൻറ്ററിനെ എടുത്ത് മാറ്റി ആ സ്പിൻഡിൽ ഞാൻ എന്തോ കണക്ട് ചെയ്തു? ഒരു ഡ്രിൽ ബിറ്റ് കണക്ട് ചെയ്തു. അപ്പം വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ ഡ്രിൽ ബിറ്റിനെ വർക്ക് പീസുമായി കോണ്ടാക്റ്റിൽ വെക്കുന്നു, അങ്ങനെ ഒരു ഹോള് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്തൊരു ഹോള് ഡ്രില്ല് ചെയ്യുന്നതും ലേത്ത് യൂസ് ചെയ്തൊരു ഹോള് ഡ്രില്ല് ചെയ്യുന്നതും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ലേത്തിൽ വർക്ക് പീസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ ട്വിസ്റ്റ് ഡ്രിൽ ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ട്വിസ്റ്റ് ഡ്രില്ലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ദെൻ റീമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രില്ല് ചെയ്യുന്ന ഹോളിൻ്റെ സർഫസ് ആക്യുറസി പുവർ ആയിരിക്കും. അപ്പോൾ ആ സർഫസ് ഫിനിഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി റീമർ ടൂൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് റീമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മൂവ്സ് ഇൻ ഇന്നർ ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്നതാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്യാരിയേജ്. സോ ക്യാരിയേജ് മൂവ്സ് ഇൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. സോ ദിസ് ഈസ് ക്യാരിയേജ്. സോ ഇറ്റ് മൂവ്സ് ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ദെൻ ഇറ്റ് കൺട്രോൾസ് ദ കട്ടിംഗ് ടൂൾ മൂവ്മെൻറ്റ്. ഇനി ക്യാരിയേജും മൂവ് ചെയ്യുന്നു. ടെയിൽ സ്റ്റോക്കിൻ്റെ കൂട്ട് ലേത്തിൻ്റെ ഗൈഡ് വേയിൽ മൂവ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ക്യാരിയേജ്. ടെയിൽ സ്റ്റോക്ക് ഇന്നർ ഗൈഡ് വേയിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ഔട്ടർ ഗൈഡ് വേസിൽ കൂടെയാണ്. ഇനി ക്യാരിയേജ് കൺസിസ്റ്റ് ഓഫ് സാഡിൽ. ക്യാരിയേജിനകത്ത് 5 കമ്പോണൻസ് ഉണ്ട്. സോ ക്യാരിയേജ് കൺസിസ്റ്റ് ഓഫ് സാഡിൽ. സാഡിലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എച്ച് ഷേപ്ഡ്. ഇവിടെ നമുക്ക് കാണാം എച്ച് ഷേപ്ഡ് സാഡിൽ. സോ ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ദ carriage and it slides along the guideways. So saddle moves along the guideways on the lathe bed and it moves along the axis of the lathe. Then second one is cross slide. അപ്പം ക്യാരിയേജിൻ്റെ ബേസ് എന്ന് പറയുന്നത് സാഡിലാണ്. സാഡിലിൻ്റെ മുകളിൽ വെക്കുന്ന കമ്പോണൻ്റ് ആണ് എന്ത്? ക്രോസ് ലൈൻ. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ സാഡിൽ and it moves perpendicularly
transverse or cross towards the workpiece. സോ ഇതാണ് ക്യാരിയേജ്. സോ ക്യാരിയേജിന് ഇങ്ങനെ ലേത്ത് ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യാം. ഇപ്പോൾ ക്യാരിയേജിൻ്റെ ബേസ് എന്ന് പറയുന്നത് സാഡിലാണ്. ഇപ്പോൾ ഇതാണ് സാഡിൽ. സാഡിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കമ്പണൻ്റ് ആണ് ക്രോസ് സ്ലൈഡ്. ഇപ്പോൾ സാഡിലിൻ്റെ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടലി ആണെങ്കിൽ ക്രോസ് സ്ലൈഡിൻ്റെ മൂവ്മെൻറ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. പെർപെൻഡിക്കുലർ. അപ്പം നമ്മൾ ഫീഡ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്തുകൊണ്ടാണ്. ക്രോസ് സ്ലൈഡ് ആണിത്. ദെൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്രോസ് സ്ലൈഡ് വി ഹാവ് കോമ്പൗണ്ട് റെസ്റ്റ്. ഈ ഫിഗർ നോക്കിക്കേ, സാഡിലിൻ്റെ മുകളിൽ ക്രോസ് സ്ലൈഡ്, ഇതാണ് ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിൻ്റെ മുകളിൽ കാണുന്ന ഈ കമ്പണൻ്റ് ആണ് കോമ്പൗണ്ട് റെസ്റ്റ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഡെപ്ത് കൊടുക്കാം, ഇത് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഇത് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലുള്ള കമ്പണൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ ക്രോസ് സ്ലൈഡ് ആൻഡ് ഹാസ് എ സർക്കുലർ ബേസ് ഗ്രാജുവേറ്റഡ് ഇൻ ഡിഗ്രീസ്. So it is used for obtaining angular cuts and short tapers as well as convenient positioning of the tool to the work, and there is no power feed to the compound rest. അപ്പം നമ്മളത് മാനുവലി തന്നെയാണ് കോമ്പൗണ്ട് റെസ്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് സാഡിൽ, ഇതാണ് ക്രോസ് സ്ലൈഡ്. ഇപ്പോൾ സാഡിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു, ക്രോസ് സ്ലൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇനി ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലുള്ള കമ്പോണൻ്റ് ആണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് റെസ്റ്റ്. അത് വെച്ചിരിക്കുന്നത് ഒരു സർക്കുലാർ ബേസിലാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് റെസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എത്ര ആംഗിളിലാണോ വേണ്ടത് ആ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 0-യിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ടൂള് പെർപെൻഡിക്കുലർ, ലേത്ത് ആക്സിസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ മൂവ് ചെയ്യും. ഇനി ആംഗിളിൽ സെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് ടേപ്പേർഡ് സർഫസ് ജനറേറ്റ് ചെയ്യാം. Then on the top of the compound rest we have tool post. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലുള്ള കമ്പോണൻ്റ് ആണ് ടൂൾ പോസ്റ്റ്. ആ ടൂൾ പോസ്റ്റിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? കട്ടിംഗ് ടൂൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കട്ടിംഗ് ടൂളെങ്കിൽ ഇതാണ് സാഡില്, ഇതാണ് ക്രോസ് സ്ലൈഡ്, ഇതാണ് കോമ്പൗണ്ട് റെസ്റ്റ്, ഇതാണ് കട്ടിംഗ് ടൂൾ. ഇപ്പോൾ സാഡിൽ ഇത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യും, ക്രോസ് സ്ലൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. ദെൻ കോമ്പൗണ്ട് റെസ്റ്റ് ടൂൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് 0 പൊസിഷനിലാണെങ്കിൽ നോക്കിക്കേ ടൂള് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോസ് സ്ലൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ ടൂളും 90 ഡിഗ്രി തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഈ കോമ്പൗണ്ട് റെസ്റ്റ് ഞാൻ ടിൽറ്റ് ചെയ്തു. ഇപ്പോൾ ടിൽറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? കണ്ടോ, കട്ടിംഗ് ടൂളും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ടിൽറ്റായി. അങ്ങനെ നമുക്ക് ആംഗുലാർ സർഫസ് അല്ലെങ്കിൽ ടേപ്പേർഡ് സർഫസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആപ്രോൺ. സോ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സാഡിൽ ആൻഡ് ഹാങ്സ് ഓവർ ദ ഫ്രണ്ട് ഓഫ് ദ ബെഡ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സാഡിൽ ആൻഡ് ഹാങ്സ് ഓവർ ദ ഫ്രണ്ട് ഓഫ് ദ ബെഡ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഗിയേഴ്സ്, ക്ലച്ചസ്, ലിവേഴ്സ് ഫോർ ഓപ്പറേറ്റിംഗ് ദ കാരിയേജ് ബൈ ഹാൻഡ് ആൻഡ് പവർ ഫീഡ്. ഈ പറഞ്ഞ ഫീഡുകൾ കൊടുക്കാൻ നമുക്ക് എയ്തർ മാനുവലിയും കൊടുക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും കൊടുക്കാം. സോ ആപ്രോൺ മെക്കാനിസം മേക്സ് ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ഓഫ് ദ കാരിയേജ് ആൻഡ് ക്രോസ് ഫീഡ് ഓഫ് ദ ക്രോസ് ലൈൻ ഓട്ടോമാറ്റിക്. അപ്പം നമ്മൾ ആപ്രോൺ മെക്കാനിസം യൂസ് ചെയ്ത് നമുക്ക് ക്രോസ് ഫീഡും ലോഞ്ചിറ്റ്യൂണൽ ഫീഡും ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാൻ പറ്റും. ആപ്രോൺ മെക്കാനിസം എൻഗേജ് ചെയ്താൽ ബോത്ത് ക്രോസ് ഫീഡ് as well as longitudinal feed can be given automatically. സോ ഇതാണ് നമ്മുടെ ആപ്രോൺ എന്ന് പറയുന്നത്. ഹിയർ യു ക്യാൻ സീ ദി സാഡിലിൻ്റെ മുകളിൽ ക്രോസ് സ്ലൈഡിൻ്റെ മുകളിൽ കോമ്പൗണ്ട് റെസ്റ്റ്. ഇത് കണ്ടോ 0-യിലാണ് വെച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിൽ ടൂൾ പോസ്റ്റ്. സോ ഇത് നമുക്ക് സ്വിവല് ചെയ്യാം. ഇത് 90 ഡിഗ്രി ലേത്ത് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് സാഡിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാം. സോ ഇത്രയാണ് കാരിയേജ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലേത്ത് സെൻറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലേത്ത് സെൻറ്റേഴ്സ് ആർ ടേപ്പേർഡ് കമ്പോണൻസ് ഫിറ്റ് ഇൻ ടു ദ സ്പിൻഡിൽസ് പ്രൊവൈഡഡ് ഇൻ ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്.
ഹെഡ് സ്റ്റോക്കിൽ ഒരു സ്പിൻഡിലുണ്ട്, ടെയിൽ സ്റ്റോക്കിൽ ഒരു സ്പിൻഡിലുണ്ട്. വ്യത്യാസം ഹെഡ് സ്റ്റോക്കിലാണ് നമ്മൾ പവർ കൊടുക്കുന്നത്, അപ്പോൾ ഹെഡ് സ്റ്റോക്കിന്റെ സ്പിൻഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ടെയിൽ സ്റ്റോക്കിന്റെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യത്തില്ല. സോ ഹെഡ് സ്റ്റോക്കിന്റെ സ്പിൻഡിലിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെന്ററിന്റെ പേരാണ് ലൈവ് സെന്റർ. ഇപ്പോൾ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം എന്താ, ലൈവ് സെന്ററും റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ കാണിച്ച ഫിഗറിലെല്ലാം ലൈവ് സെന്റർ മാറ്റി അവിടെ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, അതായത് ചക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചക്ക് 2 തരത്തിലുണ്ട്. 3 ജോ ചക്കും ഉണ്ട്, 4 ജോ ചക്കും ഉണ്ട്. ഈ ഫിഗർ നോക്കിക്കേ, ഈ ഫിഗറിൽ നമുക്ക് 4 ജോ ചക്കാണ് കാണാൻ പറ്റുന്നത്. 4 ജോ ചക്ക് കണ്ടോ, 1 2 3 4 4 ജോ, 4 ജോ ഉണ്ട്. 3 ജോ ആണെങ്കിൽ സെൽഫ് അലൈൻഡ് ആണ്. 3 ജോ ചക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് വർക്ക് പീസിനെ സെൽഫായിട്ട് അലൈൻ ചെയ്യും. On the head stock we have live center and on the tail stock we have dead center. So it will not rotate and its function is only to support the workpiece. And the last one is lead screw. So lead screw is a long threaded shaft and it is used only when thread cutting is required. And the rotation of lead screw is used to move the tool along the workpiece to produce screwed threads. So this is all about lead screw. ഇപ്പോൾ നമ്മൾ ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്താൽ മാത്രമേ വർക്ക് പീസിൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫീഡ് മെക്കാനിസം. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ഉണ്ട്, ക്രോസ് ഫീഡ് ഉണ്ട്, ആംഗുലാർ ഫീഡ് ഉണ്ട്. സോ ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടൂൾ ഈസ് മൂവ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ്. ഇപ്പോൾ ടൂള് വർക്ക് പീസിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത് ആൻഡ് യു വിൽ ഗെറ്റ് എ സിലിണ്ടറിക്കൽ സർഫസ്. രണ്ടാമത്തേത് ക്രോസ് ഫീഡ്. ഇഫ് ദ ടൂൾ ഈസ് മൂവ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ് യു വിൽ ഗെറ്റ് ഫ്ലാറ്റ് സർഫസ്. ആൻഡ് ആംഗുലാർ ഫീഡ്. If the tool is moved at an angle to the axis of rotation of workpiece, that is we will get a tapered surface. So these are the 3 feeds: longitudinal feed, cross feed and angular feed. ഇത്രയാണ് നമുക്ക് ലേത്തിനെ കുറിച്ച്, ലേത്തിൻ്റെ പാർട്സ് പഠിക്കാനുള്ളത്. ഇനിയും നമുക്ക് ലേത്തിനെ കുറിച്ച് കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. സോ ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കാം. താങ്ക് യു ഓൾ.